എന്താണ് ലേറ്റൻസി? ആക്ച്വലി നമ്മൾ ഇന്നലെ പിങ് എന്താണെന്ന് പഠിച്ചു, അല്ലെങ്കിൽ പിങ് എങ്ങനെ നോക്കാമെന്ന് പഠിച്ചു. പിങ് എന്താണ്, എങ്ങനെയാണ് അത് പിങ് നോക്കുന്നതെന്ന് പഠിച്ചു. അപ്പോൾ ഇന്ന് നമുക്ക് എന്താണ് ലേറ്റൻസി നോക്കാം. ലേറ്റൻസി നോക്കുന്നത് വേറെ ഒന്നുമല്ല, നമ്മൾ ഇന്നലെ പിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്, അതായത് നമ്മൾ ഈ ഒരു കമ്പ്യൂട്ടറിൽ നിന്നാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ കമ്പ്യൂട്ടറിൽ നെറ്റ് കിട്ടാതാവുകയോ അല്ലെങ്കിൽ നെറ്റിൻ്റെ ആ ഒരു റെസ്പോൺസ് അറിയാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും, അത് നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു സെർവറിലേക്ക് ഇവിടെ നിന്ന് പിങ് ചെയ്യും. അപ്പോൾ അവിടെ നിന്ന് പിങ് നേരെ വന്ന് ഈ ഒരു മോഡത്തിൽ കയറി മോഡത്തിൽ നിന്ന് ആ ഒരു സെർവറിൽ വന്നിട്ട് സെർവറിൽ നിന്ന് നേരെ തിരിച്ച് ഈ ഒരു കമ്പ്യൂട്ടറിലോട്ട് വരും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ആ ഒരു പിങ് നോക്കി പിങ്ങിൻ്റെ റെസ്പോൺസ്, അതായത് ആ ഒരു സൈറ്റ്, നമ്മൾ വെബ്സൈറ്റ് ഉപയോഗിക്കുന്ന വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് റെസ്പോൺസ് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് ആ ഒരു പിങ് ഇട്ടിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ലേറ്റൻസി എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പിങ് നോക്കുമ്പോൾ പിങ്ങിൻ്റെ ടൈം, അതായത് ഇവിടുന്ന് ആ ഒരു സെർവറിൽ പോയി തിരിച്ചു വരാനുള്ള ആ ഒരു പ്രോസസ്സിനെ പിങ് എന്ന് പറയുമെങ്കിലും ആ ഒരു ടൈം, പോയി തിരിച്ചു വരാനുള്ള ഒരു ടൈം ഉണ്ടാവും, അത് ഇത്ര മില്ലി സെക്കൻഡ്സ് ഉണ്ടാവും. ആ ഒരു മില്ലി സെക്കൻഡ്സിനെയാണ് എന്ത് പറയുന്നത്, ലേറ്റൻസി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ഗെയിം കളിക്കുന്നവർക്കാണ് കൂടുതലായിട്ട് ലേറ്റൻസിയിൽ അധികം പ്രാധാന്യമുള്ളത്. കാരണം വെച്ചാൽ അവർ കളിക്കുമ്പോൾ കറക്റ്റായിട്ടൊക്കെ ആ ഒരു നമ്മൾ ആ ഒരു വെടി വെക്കുമ്പോഴൊക്കെ ആണെങ്കിൽ കറക്റ്റ് നമുക്ക് തിരിച്ച് ആ ഒരു കറക്റ്റ് വെടി കൊള്ളാനും അല്ലെങ്കിൽ അതിന് റെസ്പോൺസ് കിട്ടാനൊക്കെ ആണെങ്കിൽ അവർക്ക് പിങ് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അവരൊക്കെ നോക്കുമ്പോൾ എന്ന് പറഞ്ഞപ്പോൾ അവർ ഗെയിം കളിക്കുന്ന ഒരു കമ്പ്യൂട്ടറാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഒരു ഗെയിമിംഗ് കളിക്കുമ്പോൾ ഏതൊരു ഗെയിമിനും ആ ഒരു ഗെയിമിൻ്റെ സെർവർ ഹോസ്റ്റ് ചെയ്തേക്കുന്ന ഒരു IP അഡ്രസ്സ് ഉണ്ടാവും, സെർവർ ഉണ്ടാവും. അപ്പോൾ അത് ഫോർ എക്സാമ്പിൾ ഒരു സെർവർ ഇരിക്കുന്നതാണ് ഗെയിമിങ്ങിൻ്റെ സെർവർ എന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ കളിക്കുന്ന ഈ ഒരു ഗെയിം കളിക്കുന്ന ആൾക്ക് അവിടെ നിന്ന് നേരെ പാക്കറ്റ്സ്, അതായത് നമ്മൾ പിങ് ടെസ്റ്റ് ചെയ്യാൻ നേരത്ത് ആ ഒരു പാക്കറ്റ്സ് നേരെ വന്ന് ഈ ഒരു സ്വിച്ച് ചെയ്യുന്ന മോഡത്തിൽ നിന്ന് സെർവറിൽ നിന്ന് നേരെ തിരിച്ച് വന്ന് ഇങ്ങനെ വന്ന് തിരിച്ച് ഇവിടെ റെസ്പോൺസ് വരുന്നവരെയുള്ള ഈ ഒരു ടൈം, ഇതിപ്പോൾ പല പ്രോസസ്സിലൂടെയാണ് കടന്നു പോകുന്നത്. ഞാനിവിടെ സിമ്പിളായിട്ട് പറഞ്ഞാണ്. അപ്പോൾ ഇത്രയും നടക്കുന്നത് ഒരു ഇത്ര മില്ലി സെക്കൻഡ്സിനുള്ളിലായിരിക്കും. നോർമലി ഒരു 20 to 60 മില്ലി സെക്കൻഡ്സ് ഒക്കെയാണ് ഒരു പ്രോപ്പർ ഗെയിമിങ്ങിന് പറ്റിയൊരു ലേറ്റൻസി എന്ന് പറയുന്നത്. അതായത് ആ ഒരു ഗെയിം സെർവറിൽ പോയിട്ട് നേരെ തിരിച്ചു വരണം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മളിവിടെ നിന്നിട്ട് നമ്മൾ പിങ് ചെയ്യാൻ നേരത്തെ നമ്മൾ വെറുതെ ഗൂഗിളിലോട്ടോ ഫേസ്ബുക്കിലോട്ടോ ഈ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് പിങ് ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ പിങ് ചെയ്യുമ്പോൾ ഈ കളിക്കുന്ന ഗെയിമിൻ്റെ സെർവറിന് ഒരു IP ഉണ്ടാവും. സെർവർ IP കണ്ടുപിടിച്ചതിന് ശേഷം ആ IPയിലിട്ട് നമ്മൾ ഈ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് പിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ലേറ്റൻസി എന്തോരം ഉണ്ടെന്ന്, അതായത് ഈ ഒരു ടൈമിങ്, ഈ പിങ് ചെയ്യുമ്പോൾ വരുന്ന ആ ഒരു പാക്കറ്റ്സിന് ഈ ഒരു സെർവർ വരെയും പോയി തിരിച്ചു വരാൻ വേണ്ട ആ ഒരു ടൈം എത്രയുണ്ടെന്ന് നമുക്കിത് മനസ്സിലാവും. 20 to 60 ഇൻ ബിറ്റ്വീൻ ആണെങ്കിൽ അത് ഓക്കെയാണ്, 20 to 30 ആണെങ്കിൽ പെർഫെക്റ്റ് ആണ് ആ ഒരു ലേറ്റൻസി. 20 താഴെ വരെയാണെങ്കിൽ അത്രയും നല്ല, എത്ര കുറഞ്ഞു വരുന്നോ അത്രയും നല്ല. അതായത് എത്ര പാക്കറ്റ്സ് ഇവിടുന്ന് സെർവർ വരെയും പോയി അത് നേരെ തിരിച്ച് ഇവിടെ വരുന്ന ആ ഒരു ടൈം എത്ര കുറവാണോ അത്രയും നല്ലതാണ്. അപ്പോൾ അതാണ് ഏറ്റവും കുറഞ്ഞ ടൈമാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. അപ്പോൾ നമ്മൾ ആ ഒരു നോക്കുന്ന ആ ഒരു സ്പീഡ്, അതായത് നമ്മൾ നോക്കുന്ന പ്രോസസ്സിനെയാണ് പിങ് എന്ന് പറയുന്നതെങ്കിൽ ആ ഒരു സ്പീഡ്, ഈ പാക്കറ്റ്സ് പോയിട്ട് തിരിച്ചു വരുന്ന ആ ഒരു സ്പീഡിനെയാണ് ലേറ്റൻസി എന്ന് പറയുന്നത്. പിന്നെ അത് നോക്കാനായിട്ടാണ് നമുക്ക് നേരത്തെ പറഞ്ഞത് തന്നെ കമാൻഡ് ബോക്സിൽ നമ്മൾ പിങ് എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം സ്പേസ് ഇട്ടിട്ട് ഗെയിമിൻ്റെ സെർവർ IPയും കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് കിട്ടും. നമുക്കത് ആ ഒരു ഗെയിമിലോട്ടുള്ള ആ ഒരു പിങ് നോക്കാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ ലേറ്റൻസി നമുക്ക് റിസൾട്ടായിട്ട് കിട്ടുകയും ചെയ്യും. ടൈം ഔട്ട് വരുന്നുണ്ടോ, ഇടയ്ക്കിടയ്ക്ക് ടൈം ഔട്ട് വരുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാകുകയും ചെയ്യും, പിങ്ങിൻ്റെ ഡ്രോപ്പ് വരുന്നുണ്ടോ എന്നുള്ളതും. പിന്നെ ഗെയിമിംഗ് കളിക്കുന്ന ആൾക്കാർക്ക് നോർമലി അധികം ഇൻ ബിറ്റ്വീൻ ആ ഒരു സ്വിച്ച് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഡിവൈസുകളൊക്കെ ഇടയിൽ ഒഴിവാക്കിയാൽ നല്ലത്. നേരെ മോഡത്തിലോട്ട് കൊടുക്കുകയാണെങ്കിൽ മോഡത്തിൽ നിന്ന് നേരെ സെർവറിലോട്ടും ആ ഒരു സ്പീഡ് അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ ലേറ്റൻസിയിൽ, അതായത് കുറഞ്ഞ ലേറ്റൻസിയിൽ അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ നമുക്ക് അതിൻ്റെ റെസ്പോൺസ് കിട്ടും. അപ്പോൾ അതും ശ്രദ്ധിക്കുക ഗെയിമൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ. അപ്പോൾ ഇതാണ് ലേറ്റൻസി എന്ന് പറയുന്നത്. പിങ് നോക്കുമ്പോൾ തന്നെ അതിൻ്റെ സ്പീഡ്, അതായത് ഇൻ ബിറ്റ്വീൻ ആ ഒരു പാക്കറ്റ്സ് പോയി തിരിച്ചു വരാനുള്ള ആ ഒരു സ്പീഡ് അല്ലെങ്കിൽ റെസ്പോൺസ് ടൈം, നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു സൈറ്റ് ആണെങ്കിൽ ഏതൊരു സൈറ്റ് ആണെങ്കിലും ആ സൈറ്റിലോട്ട് അതിൻ്റെ സെർവറിലോട്ട് ഇവിടെ നിന്ന് പാക്കറ്റ്സ് പോയി തിരിച്ചു വരാനുള്ള ആ ഒരു ടൈം ലേറ്റൻസി അത് കുറവാണ് വേണ്ടത്. ലേറ്റൻസി എപ്പോഴും കുറവായിരിക്കണം. ഗൂഗിളിൻ്റെ ഒക്കെ നമുക്ക് പിങ് ചെയ്താൽ മനസ്സിലാവും ഏറ്റവും കുറഞ്ഞ ലേറ്റൻസിയിലൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ കുറഞ്ഞ ലേറ്റൻസിയിൽ വരുന്നതാണ് ഏറ്റവും നല്ല പ്രോപ്പർ കണക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ഈ പിങ് നോക്കുന്നതും ലേറ്റൻസി നോക്കുന്നതൊക്കെ അടുത്ത ക്ലാസ്സിൽ നമുക്കത് പ്രാക്ടിക്കലായിട്ട് തന്നെ ഞാൻ കാണിച്ചു തരാം. കമ്പ്യൂട്ടറിൽ അത് എങ്ങനെയാണ് നോക്കുന്നത് എന്നുള്ളത് ഞാൻ അത് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് പിങ് എന്ന് പറയുന്നത്. ആ ഒരു പ്രോസസ്സിനെയാണ് പിങ് എന്ന് പറയുന്നതെങ്കിൽ ആ ഒരു സ്പീഡിനെയാണ് ലേറ്റൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കുക. നാളെ നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് ആ ഒരു സെർവറിലോട്ടൊക്കെ പിങ് ചെയ്തിട്ട് അതിൻ്റെ റെസ്പോൺസ് എന്തുണ്ടെന്ന് നാളത്തെ വീഡിയോയിൽ നമുക്ക് കാണാം.